അയ്യോ എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും? സുഗത, നമ്മുടെ ഓഫീസിൽ ഒരു കഷ്ടകാലം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്ന് സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അനുഭവിക്കണ്ടേ, അല്ലാതെ തന്നെ എന്താ? ഓ, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എത്ര പെട്ടെന്ന് ആ ജീവിതത്തിൽ നിന്ന് സന്തോഷമൊക്കെ പറയേന്ന് പറഞ്ഞു പോണത്. അല്ലേ, മന്ത്രി വിചാരിച്ച പറ്റും നടക്കുവോ? മന്ത്രി വിചാരിച്ച എന്ത് നടക്കും? ആ മന്ത്രിയല്ലേ ഇപ്പൊ ഈ മാരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. ഇതിപ്പോ ഉത്തരവ് വന്നു, ഇനി എന്തായാലും ഇത് വരും, മാറ്റാൻ പറ്റില്ല. എന്റെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴാ സാറ് എനിക്ക് ആകെ പിടികിട്ടാവുന്നത്. ഇനി അവര് നാളെ തൊട്ട് ആരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, കുളിപ്പിക്കണം. എന്റെ ഭർത്താവാണെങ്കിൽ ഒന്നും ചെയ്യത്തൂല്ല. തന്നെ സാർ എന്റെ പ്രശ്നം. 5 പശുക്കളെ വീട്ടിലെ 5 കാലത്ത് എണീറ്റ് കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം. അത് കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി വരെ 10 മിനിറ്റ് ഉള്ളിൽ പറ്റുമോ? 10 മിനിറ്റ് ഉള്ളിൽ നടക്കില്ല. പശുവിനൊക്കെ വിൽക്കേണ്ടി വരുന്നതാണ്. സുധാ, തളരരുത്, വിടരുത്. നമ്മൾ പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. അല്ല, അതല്ലേ ഞാൻ പറഞ്ഞേ, ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ ആശുപത്രി പോവാം, കുഞ്ഞിനെയും തള്ളയും കാണാം, വീട്ടിൽ പോവാം. അതല്ല, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കണം. അയ്യോ, അറിയിക്കണ്ട സാറേ, സംഭവം നടക്കുന്നവരെ അറിയിക്കണ്ട. അതുവരെ ഇത് സമാധാനമായിട്ടിരുന്നോട്ടെ. എന്ത് പറ്റാനാ? എന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യല്ലോ. സാറേ, എന്താ പറ്റിയെന്ന്? എന്താ പറ്റിയേ? എന്ത് നിങ്ങൾ മിണ്ടാതിരിക്കണം, ആരെങ്കിലും ഒന്ന് പറയേ. പിന്നെന്താ, സുഗത സാറിന്റെ റിസൾട്ട് വന്ന ക്യാൻസർ ആണോ? ഇല്ലാത്ത പറയല്ലേ, അതൊന്നല്ല, അതിന് വലിയ കാര്യം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയ എന്താ കാര്യമെന്ന്. ഇനിയിപ്പോ എന്തിനാ ഒളിപ്പിച്ചു വെക്കുന്നത്? അങ്ങനെ പറയാതെ നല്ലത്. എന്തായാലും അറിയണ്ടേ. സാറ് പറഞ്ഞു. മണ്ടൊരു കാര്യം ചെയ്യും, അവിടെ ഇരിക്കൂ. സാറ് പറഞ്ഞോ, ഞാൻ ഇവിടെ നിന്നോളാം. ഇത് നിന്നിട്ട് കേൾക്കേണ്ട കാര്യമല്ല, അവിടെ ഇരിക്കൂ. സാറ് പറയുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടുകൂടി സംയമനത്തോടുകൂടി കേൾക്കണം. അതെ, എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത്. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാ, നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ പഞ്ചിങ് മെഷീൻ വെക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ഓഫീസിൽ വന്നതുപോലെ തോന്നിയ സമയത്ത് വരാനോ തോന്നിയ സമയത്ത് നമുക്ക് ഓഫീസിൽ നിന്ന് പോകാനോ ഇനി മുതൽ പറ്റില്ല. ഇനി 10 മണിക്ക് നമ്മൾ എത്തണം. 10 മണിക്ക് എത്തിയിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഇതിനകത്ത് നമ്മുടെ വിരലടയാളം കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇവിടെ വന്നു എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ 5 മണിക്ക് തിരിച്ചു പോകുന്ന സമയത്തും ഇതിനകത്ത് പോയിട്ട് വിരലടയാളം കൊടുക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ശമ്പളം കിട്ടൂ. ഇനി എങ്ങാനും നമ്മൾ വരാൻ 10 മണി എന്നുള്ളത് 1 മിനിറ്റ് അധികം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പോയി, അന്നത്തെ ദിവസം ശമ്പളേ പോയി. ഈ വിവരം അറിഞ്ഞത് മുതൽ ലില്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയാവുന്നിടത്തോളം പറഞ്ഞു കഴിഞ്ഞു, ഒരു രക്ഷയില്ല. മണ്ടു, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. സാറ്, ഞാനിത് എങ്ങനെ സഹിക്കും സാറ്? രാവിലെ എന്തൊക്കെ പണി കഴിഞ്ഞിട്ടാണെന്നറിയാമോ ഞാൻ പറഞ്ഞത്? ഞാൻ 100 ഓടിയിട്ടാണ് സാറേ ഇപ്പൊ 11:30 ഇവിടെ എത്തണത്. 10 മണിക്ക് വരണമെങ്കിൽ ഞാൻ എങ്ങനെ വരുവേ?
മണ്ടുവേ വരാണെന്ന് ദാ ആ വെള്ളം കളഞ്ഞപ്പോ സമാധാനായി. മണ്ടുവേ വരാണേ. മണ്ടുവേ നീ ഒന്ന് ഇറങ്ങണണ്ട. ഞാൻ പോവാട്ടാ, നീ പറഞ്ഞു വന്നാ വന്ന് നമ്മളിവിടെ പകുതി പണി ചെയ്യാണ്ടാണ് ഇറങ്ങിക്കണേ. മണ്ടുവേ ഓ ചോറെടുക്കാണെന്ന് അവിടെ പോയി നിൽക്കുമ്പോ ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയെന്താ? എന്റെ മണ്ടു നീ അവിടെ എന്തെടുക്കാണ്? അയ്യോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന്. എന്റെ മണ്ടു നീ വരണണ്ട. താക്കോലെങ്കിലും അങ്ങ് എടുത്ത് കൈ പിടിക്കാൻ പാടില്ല. ഇനിയിപ്പോ പോയിട്ട് കാര്യമൊന്നും ഉണ്ടാവൂല. ലീവായിരിക്കും. ഇത് ദേഷ്യം വരൂട്ടാ. ആ നീ കളിച്ച് കളിച്ച് നിക്ക്. കളിക്കല്ല പൂട്ടണ്ടേ ഇത്. 3 സിഗ്നലും ഒരു ബ്ലോക്കും കഴിഞ്ഞ് എത്തുമ്പോഴേക്കും പഞ്ചിങ് ടൈം കഴിയും. പോവാ. നിന്നെ ഓഫീസിൽ ഇട്ടിട്ടാണ് എനിക്ക് പോവാൻ. ആണ്. ശീതളമ്മാവൻ ഇത് നമ്മുടെ വകയിലൊരു അമ്മാവനാണ്. പക്ഷെ അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഓ അവിടെയാണ് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ. ഓ അതല്ലേ ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ രാവിലെ ഇങ്ങനെ പിന്നെ ഇറങ്ങാൻ നിൽക്കുകയാണല്ലേ? എങ്ങനെ നല്ല തിരക്കിലാണ്. രണ്ടാളെയും കാണാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പോ ഞാൻ വന്ന കാര്യം എന്താ അറിയോ? അല്ല കല്യാണല്ലേ എങ്ങനെയുണ്ട്? അതിപ്പോ കല്യാണത്തിന് 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തുമല്ലോ. അത് പിന്നെ എനിക്കറിയാലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? അതാണ് ഈ ബന്ധം. അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വരണം എന്ന് എനിക്ക് എന്റെ ഒരു മോഹം. അല്ല ഡേറ്റ് ഏതാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാലോ. അമ്മാവനെ ഇതുവരെ നടത്തുന്നത് വരെ നിനക്ക് വിഷമമുള്ള കാര്യാന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്റെ ഉത്തരവാദിത്തം കടമ അത് ഞാൻ ചെയ്യണ്ടേ? അല്ലാതെ വേണ്ടേ? വേണം. അതിപ്പോ കണ്ടോ നിങ്ങളുടെ മുഖത്തേക്ക് നോക്ക്. നീ എവിടെയും ചോദിക്കണ്ട, ഭാസ്കരനാ നിൽക്കണത്. ഭാസ്കരനാത് ഞങ്ങള് ഓഫീസിലേക്ക് പോലെ ഒരു തിരക്കിലാണ്. അറിയാലോ. ഞാൻ അങ്ങോട്ട് വരാ, കാര്യം അങ്ങോട്ട് പറയാ. എന്നാ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട്. പിന്നെന്താ കല്യാണം പറയാന്ന് പറഞ്ഞ അത് അതിന്റെ ചിത്തവട്ടത്തോടുകൂടെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോ മാത്രമേ അമ്മാവിന് ചെറിയൊരു ബുദ്ധിമുട്ട് മുട്ടുകാലിന്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഇരിക്കണ അന്യ വീടൊന്നല്ലത്. ഇവിടെ ഇരിക്കും, ഭാസ്കരന്റെ വീടാ. എന്താ ഇരിക്ക്, നിങ്ങൾ ഇരിക്ക്. എന്തിനാടാ നീ ഈ കങ്കാരുവിന്റെ ഈ ഭാരം ഏറ്റി നിക്കണത്? ഇരിക്കണ ഇവിടെ വെക്കാത്. ഐ ഹാവൂ, എവിടെ ഞാൻ ഇപ്പൊ ഇരിക്കണം? എന്റെ ഭാസ്കരന്റെ വീട്ടിലാ ഞാൻ ഇരിക്കണം. ഇത്ര കാലായി ഇവിടെ വന്നിട്ട്. കാര്യങ്ങളിലേക്ക് കടക്കാലോ. സംഭവം ഞാനിപ്പോ അവിടുന്ന് ഒരു 6 മണിക്ക് പുറപ്പെട്ട ഒരാളാ. അവിടുന്ന് ബോട്ട് കയറി, അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച്. ബോട്ടിന്റെ കാര്യം പറയാനുണ്ടോ? അവിടെ ആ മറ്റേ കാർത്തിയായനി ബോട്ട് ഉണ്ടല്ലോ, ഈ കാർത്തിയായനി ബോട്ട് അവിടെ ഏകദേശം ഒരു 6:15 വരണതാ. നിമോഷ ഏതാ? ഈ കാർത്തിയായനി ബോട്ട് വിശ്വചേട്ടൻ മേടിച്ചിട്ട് പേര് മാറ്റിയല്ല, അപ്പൊ ഇപ്പൊ നിമോഷാണത്. അപ്പൊ ഇവ വാങ്ങിയോ? അത് വിശ്വചേട്ടൻ വാങ്ങിയത്. എടാ മന്മതാ, ഇപ്പൊ ഈ കാർത്തിയായനി ബോട്ട് നമ്മുടെ ഇവൻ വിശ്വൻ വാങ്ങിയത്രേ. വിശ്വൻ അറിയില്ലേ? ആരാ 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 പറയേ, അറിയില്ല. എടാ വിശ്വൻ എന്ന് പറഞ്ഞ വിശ്വൻ ചെറിയച്ഛന്റെ മകളുടെ കല്യാണം കഴിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മുടെ അല്ല തെറ്റില്ലോ, ഗോപാലൻ. ഗോപാലന്റെ മകളെ കല്യാണം കഴിച്ച വിശ്വൻ. അല്ലടാ, എന്നെയും തെറ്റിക്കുകയാണല്ലോ. വിശ്വൻ ഉണ്ടല്ലോ, വിശ്വൻ എന്ന് പറയുന്നത് ചെറിയച്ഛൻ, ഗോപാലൻ ചെറിയച്ഛന്റെ മകളെ കല്യാണം കഴിച്ച ആളാ. അപ്പൊ അവൻ വാങ്ങി ബോട്ട് പാവം വാങ്ങി. എന്തായാലും ഇപ്പൊ ആര് വാങ്ങിയിട്ട് എന്താ കാര്യം? നേരത്തിനെത്തണ്ടേ? അമ്മാവനെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ കല്യാണ കാര്യം ഞാനങ്ങ് എത്തില്ലേ അമ്മാവൻ? അമ്മാവൻ വന്നു, കല്യാണം പറഞ്ഞു, ഞങ്ങള് സ്വീകരിച്ചു. ഞങ്ങള് ശനി ഞായർ 2 ദിവസം ഉണ്ടല്ലോ, ഞങ്ങളങ്ങ് എത്തും. അതൊന്നും നടക്കില്ല.
വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച നിങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടാവണം. വെള്ളിയാഴ്ച മുതൽ ശനി ഞായറിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കണത് നീയാ. നീ തീരുമാനിക്കണത് ഭാസ്കരൻ തീരുമാനിക്കണ മാതിരി എനിക്ക് അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അതൊക്കെ പോട്ടെ. അതെ, കുടിക്കാൻ ചായയോ കാപ്പി എന്തെങ്കിലും വേണ്ട, മധുരണ്ട. ഇവിടെ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ല എന്ന് കണ്ട അത് ഭാസ്കറിനൊരു പ്രയാസം. ആവശ്യമില്ലാത്ത ഒരു വിഷയം ഇട്ട് കൊടുക്കരുത്, അതുമ്മേ പിടിച്ച് കേറൂന്ന്. എന്താ മോള് പറഞ്ഞേ? അല്ല, ചായയുടെ കൂടെ കടിക്കാൻ എന്തെങ്കിലും എടുക്കണോന്ന് ചോദിക്കായിരുന്നു. ആ, ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ എടുത്തോ. ഭാഗ്യം ഇവിടെ ഒന്നും ഇല്ല. ഒന്നാമത് ഞാൻ അങ്ങനെയൊന്നും ഈ പുറത്തുനിന്നുള്ള ഒരു തരം പലഹാരവും കഴിക്കാറില്ല. എങ്ങനെ ഇപ്പൊ കഴിക്കുക? ഈ ബേക്കറി സാധനങ്ങൾ എന്ന് പറഞ്ഞ സകല അസുഖങ്ങളും ഉണ്ടാക്കും. ഇപ്പൊ ഈ എണ്ണ പലഹാരങ്ങള് എണ്ണയൊന്നും അല്ലാത്രപ്പോഴേ ഇപ്പൊ വറക്കണതൊക്കെ വേറെ എന്തോ സാധനത്തിലേക്കാന്നാ പറയണത്. ക്രൂഡ് ഓയിലോ എന്തൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ആൾക്കാർ. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ പലഹാരം ഉണ്ടാക്കണത്. അതെ, ഒരു നിമിഷം. ഓഫീസിൽ ബിജുലാലെ ഇറങ്ങി നിൽക്കുക വരാനായിട്ട് ഓഫീസിലേക്ക്. അല്ല, അപ്പോഴേക്ക് നമ്മുടെ ഒരു അമ്മാവനല്ല, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു അമ്മാവൻ കല്യാണം വിളിക്കാനായിട്ട് വന്നേ. കഴിഞ്ഞു, കല്യാണം വിളിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങും. ഒരുമിച്ച് ഇറങ്ങുവാണ്. അവരും ഇറങ്ങി, ഞങ്ങളും ഇറങ്ങി. ദേ വരുന്നു. ഓക്കെ. ഓഫീസ് ഓഫീസിന്റെ കൂടെ സഹപ്രവർത്തനാണ്. അപ്പൊ അവര് ഓഫീസിൽ എത്ര പേരുണ്ട്? 8-10 പേരുണ്ട്. അവരെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട. അത് പറ്റില്ല. ഓഫീസിലുള്ള 8 പേരെയും അമ്മാവൻ കല്യാണത്തിന് ക്ഷണിച്ചു തന്നെ പറയണം. അവരെങ്ങാനും നിന്നോട് ചോദിക്കാണ് അമ്മാവന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിട്ട് എന്താ ഞങ്ങളോട് പറയാനൊന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ മാനക്കേടും നാണക്കേടും ആർക്കാ? എനിക്കും ഭാസ്കരനെ, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അല്ല. മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മളെന്താ പറഞ്ഞത്? ആ കല്യാണം എന്നാ പിന്നെ ആ ഓഫീസിലുള്ളവർക്കും കൂടി അവരോട് പറയണം കേട്ടോ. ഇതൊരു കാർഡ് മതി, ഞാൻ അവരെല്ലാരും കൊടുത്തോളാം. ആ കാർഡ് നീ നോക്കിയോ? ആ കാർഡ് അടിച്ചാരോ? അതടിച്ചതാരോ? എഴുതിയതാരോ? ആരായാലും കുമാരഭാഷ എഴുതിയ ആരാ കുമാരഭാഷ? പറയും. ഇംഗ്ലീഷ് ഭാഷ, മലയാളം ഭാഷ, കുമാരഭാഷ. അവ കല്യാണം പറയട്ടെ. അപ്പോ ജനുവരി മാസം എന്താ ജനുവരി മാസം തെരഞ്ഞെടുക്കാനുള്ള കാരണം? അതെഴുതൂലോ. വീണതല്ല, ഞാൻ വെച്ചതാണ്. ഞാൻ പറഞ്ഞില്ലടാ, അതവിടെ വെക്കാൻ മുമ്പ് തന്നെ പറഞ്ഞില്ലേ, തോള് കടയില്ലേ? ജനുവരി മാസം വെക്കാൻ ഒരു കാര്യം പോലെ. എന്താ വെച്ചാൽ ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കണ്ടോ നിങ്ങള്? കണ്ടോ? ആരാതിലത്തെ നായകൻ ആരാ? പറയും. ആരാതിലത്തെ നായകൻ പറയും. ഞാൻ കണ്ടില്ല, കാണാൻ പോയപ്പോ ടിക്കറ്റ് അപ്പൊ ഈ ജനുവരി ഒരു ഓർമ്മ എന്നുള്ള സിനിമ കാണാൻ ഞാൻ ഇരിക്കുമ്പോ എന്റെ പുറകിൽ ഒരു കാല് വന്നിട്ട് ചവിട്ടാ. ആരാടാന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ അച്ഛൻ ഭാസ്കരനാ. ഒരടി, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം, ഒരടി. ആ അടിക്ക് ശേഷം ഞങ്ങളുടെ ഈ ബന്ധം ഇത്രയും കാലം ഇങ്ങനെ തുടർന്നു പോയത് ഭാസ്കരൻ കൂടി ഉണ്ടായിരുന്നു. അതെ, കല്യാണം വിളിച്ചു, ഞങ്ങളെ സ്വീകരിച്ചു, നമുക്ക് ഇറങ്ങാൻ. അതൊക്കെ ഞാൻ ചായ ബാക്കിയിരിക്കണു. അത് കുടിക്കട്ടെ. ഒരു സാധനം ഇവിടുന്ന് തന്നിട്ട് അത് പൂർത്തീകരിക്കണം. നമുക്ക് ഈ കല്യാണം വിളിച്ചു. ഓഫീസിലുള്ളവരൊക്കെ പോയി കല്യാണം പറഞ്ഞു. ഇറങ്ങാല്ലേ? അല്ല, കപ്പങ്ങകത്ത് വെച്ച് പൂട്ടിക്കോ. അതെ. അപ്പൊ വരട്ടെ വന്നിട്ടല്ലേ അവരല്ലേ കേൾക്കണ്ട, അല്ലാതെ നമ്മള് തമ്മിൽ പറഞ്ഞേ. പോയിട്ട് എനിക്ക് ഓഫീസിലുള്ളവരെ കല്യാണം വിളിക്കണേ. എല്ലാരും കൂടെ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങാം. എന്താത് ഹെൽമെറ്റ്? ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്താ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വേണം. അതെ, നിങ്ങൾ ഇങ്ങനെ കല്യാണം വിളിക്കണമെങ്കിൽ ഒരു 5-6 മാസം മുമ്പേ തുടങ്ങാനുള്ളായിരുന്നു. ഞാൻ പറഞ്ഞത് അവരോട് 5-6 മാസം മുമ്പ് തുടങ്ങണം. പിന്നെ 6 മാസം അതെ, എന്താണ് പഞ്ചിങ് ആയതുകൊണ്ടേ പഞ്ചിങ്ങിന് കൊടുക്കണം.
ഉണ്ടോ? എന്തിന്റെ എന്താ സാധനം? അല്ല അത് ഓഫീസിൽ പഞ്ചിങ് ആണ് ഇപ്പൊ അത് പഞ്ചിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല ആളാരാച്ചുണ്ടോ പഞ്ചിങ്ങിന്? നിങ്ങൾ രണ്ടിനും അകത്ത് കയറിയിരിക്കും. ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് എത്ര സ്ഥലം വിളിക്കാതെന്നറിയോ? എവിടെന്നാ വാങ്ങിയത് ഈ ടീപ്പോയി? അത് എപ്പോഴോ മേടിച്ചതാ. ടീപ്പോയി അത് അല്ലതാ. എടാ ടീപ്പോയി പറഞ്ഞ അവിടെ മേടിക്കണം എന്ന് പറഞ്ഞില്ല? അവിടെ 2 ചയറ് പറഞ്ഞ കിടക്കില്ല, കല്യാണല്ലേ? അപ്പൊ അവര് അങ്ങനെ യാത്ര അല്ലേ? അപ്പൊ നിങ്ങള് പോവാ അല്ലേ? വേഗം പോ, വേഗം പോ. അവരും പോയി അല്ലേ? എന്താ നമ്മളുടെ സമയം ഇനി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരാ ഇറങ്ങി പോയത്. കണ്ടോ? അങ്ങനെയാ വേണ്ടത് ചെറുപ്പക്കാരെ. പക്ഷെ ഞങ്ങളുടെ കല്യാണം വിളിച്ച കാരണം കാര്യങ്ങൾ ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ലോ എന്നൊരു വിഷമം എനിക്ക്. എന്താണ് സാറേ സമയമായി? അല്ല, എന്തിനപ്പ അങ്ങനെ ഓടിപ്പളച്ച് വന്നത്? ഇനി സമയമുണ്ടല്ലോ ബാക്കി 5 മിനിറ്റ് കൂടെ. ഓ, എന്റെ മൊബൈലിൽ 10 ആയോ? അത് ഫാസ്റ്റ് ആയിരിക്കും. വെറുതെ ഓടി. എന്റെ പൊന്നു സാറേ, ഈ 4-5 ദിവസം കൊണ്ട് തന്നെ മടുത്തിട്ടാ. ഇമാരെ ഓട്ടോ ആണെങ്കിൽ ഞാൻ താമസിയാതെ മരിച്ചോ? ശരിയാ, ഞാൻ രാവിലെ 4 മണിക്ക് എണീച്ചിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തത്. ഇങ്ങനെ പോയ കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടോ. ഒരു കറവുകാരനെ ഏൽപ്പിച്ച് അവൻ ഇന്നലെയും വന്നില്ല, മിനിഞ്ഞാന്നും വന്നില്ല. ഈ പശുക്കളൊക്കെ വെക്കേണ്ടി വരും. ഇതിപ്പോ നമ്മുടെ കാര്യം മാത്രമൊന്നുമല്ല സാറേ, എല്ലാ സർക്കാർ ഓഫീസിലെ സ്ഥിതി ഇതാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുടുങ്ങി. ഇപ്പൊ എല്ലാരും ഇല്ലേ ഈ പിന്നെ കൂട്ടിലിട്ട കിളികളെ പോലെയാണ്. ഹലോ ഹലോ, ആരാത്? എന്താ ഉണ്ണി സാറേ ഇത്? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അത്രയല്ലോ. നമ്മളെ പഞ്ചിങ് മിഷനില് നമ്മ വിരലമർത്തിട്ടെങ്കിലേ അറ്റൻഡൻസ് കിട്ടൂല, കൃത്യമായിട്ട് ശമ്പളം കിട്ടൂല. അപ്പം വീട്ടിലത്തെ കാര്യം ആകെ താറുമാറായി. എന്താ വീട്ടിൽ പ്രശ്നം? എന്റെ സാറെ, കൃത്യമായി നമ്മ ഒരു 900 തേങ്ങ ഇടുന്നതാണ് കഴിഞ്ഞ സീസണില്. ഈ പ്രാവശ്യം 350 നോക്കുന്നില്ല. ഇനി തൈത്തം തുറക്കണ്ടേ, വളവുണ്ടേ, ഇതെല്ലാം അരിയുണ്ട്. അത് ശരി. അപ്പൊ പഞ്ച് ചെയ്തിട്ട് നേരെ ഇവിടെ ജോലിക്ക് നിൽക്കില്ല, നേരെ തെങ്ങന്തോട്ടം നേരാക്കാൻ പോവാണ്. ഒരു 5-6 ദിവസം അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഈ സമയത്ത് വളവിട്ടിട്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ സാറേ. കഴിഞ്ഞ വർഷം കർഷകശ്രീ അവാർഡ് ജസ്റ്റ് മിസ്സായി പോയി. ഇപ്രാവശ്യം പിടിക്കും. അപ്പൊ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ ഇടുണ്ട് തന്നെ പറയണം. അതെ, വൈകിട്ട് പഞ്ച് ചെയ്യാൻ വരില്ലേ? വൈകുന്നേരം വരും. 5 മണിക്ക് വന്നിട്ട് ഇതുപോലെ ചെയ്യും. വരുമ്പോ ഒരു 10 തേങ്ങ പൊളിച്ചതായിരിക്കും. 10 സുഖം സാറും. എന്താ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂലേ? വേണോ? പറഞ്ഞാ മതിയല്ലോ, കൊണ്ടുതരുമല്ലോ. ഞാൻ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ? ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്നാ എനിക്ക് വേണം. തേങ്ങ വേണം. ശരി. അപ്പൊ സാറേ, നമുക്ക് ഇതുപോലെ ചെയ്തൂടെ? എങ്ങനെ? രാവിലെ 10 മണിക്ക് വന്ന് പഞ്ച് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ആ പഞ്ച് ഔട്ട് ചെയ്താ പോരെ? മതിയല്ലോ. ആണാ? പിന്നെന്താ? അയ്യോ നോക്ക്. അതെ, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതുപോലുള്ള ചില ബിരുദന്മാരുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് സ്ക്വാഡിനെ വെച്ചിട്ടുണ്ട് ഇപ്പൊ. അയ്യോ. എങ്ങാനും സ്ക്വാഡുകാർ വന്ന് പരിശോധിക്കുമ്പോ പഞ്ച് ചെയ്തിട്ടുള്ള ആളുകൾ അത്രയും ഓഫീസിൽ കണ്ടില്ലെങ്കിൽ എന്തുണ്ടാവും? എന്തുണ്ടാവുക? ജോലി അങ്ങോട്ട് പോവും. അപ്പൊ ഇപ്പൊ സ്ക്വാഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണി സാറിന്റെ ജോലി പോവില്ലേ? പോവും. അപ്പൊ എന്താ പറയാഞ്ഞേ? അതിനിപ്പോ ഉണ്ണി സാറിന് ഇപ്പൊ ഈ ജോലിയൊന്നും കിട്ടിയിട്ട് വേണ്ടല്ലോ, കണ്ടമാനം സ്വത്തുണ്ടല്ലോ. അതുപോലെയാണോ നമ്മള്? എന്തായാലും സാറേ, ഈ മെഷീൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ നരകിച്ച് ചാവുള്ളൂ. എന്താ പിന്നെ ചെയ്യും നമ്മള്? എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ച പറ്റൂട്ടാ.
ഉം.